So CST 466 data mining 1.5 architecture of typical data mining system data mining functionalities ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്കിടെക്ചർ ഓഫ് typical data mining system. അതിൽ നോക്കിയ ഡേറ്റാബേസ്, ഡേറ്റാ വെയർഹൗസ്, വേൾഡ് വൈഡ് വെബ്, അതർ റെപ്പോസിറ്ററീസ്. ഇവിടെ നിന്നുള്ള ഡേറ്റയൊക്കെ എന്ത് ചെയ്യും? ക്ലീനിങ്, ഇന്റഗ്രേഷൻ, സെലക്ഷൻ പല പ്രോസസ്സിലൂടെയും ഡേറ്റാ വെയർഹൗസ് സെർവറിലോട്ട് കൊടുക്കും. ഇനി അവിടെ ഡേറ്റ മൈനിങ് എഞ്ചിൻ ഉണ്ടാവും, ഒരു നോളജ് ബേസ് ഉണ്ടാവും, പാറ്റേൺ ഇവാലുവേഷൻ. അപ്പോൾ നോളജ് ബേസിൽ നിന്ന് ഈ രണ്ട് ഇതിലോട്ടും കൊടുക്കും. നമ്മുടെ പാറ്റേൺസിലോട്ടും നമ്മൾ എടുത്ത് വെച്ച് നോളജ് ബേസ് കൊടുക്കും. അതുപോലെ തന്നെ പാറ്റേൺ ഇവാലുവേഷൻ ഇവിടെ ചെക്ക് ചെയ്യും. അതുപോലെ യൂസർ ഇന്റർഫേസ്, ഇവിടെയാണ് നമ്മുടെ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ഡേറ്റാബേസ്, വെയർഹൗസ്, വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററീസ് ആയിരിക്കും. അവിടെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഡേറ്റാബേസ് അല്ലെങ്കിൽ ഡേറ്റാ വെയർഹൗസ് സെർവർ എന്ന് പറഞ്ഞാൽ അവിടെ ആയിരിക്കും ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫെച്ചിങ് ദ റിലവന്റ് ഡേറ്റ എടുക്കുന്നത് അവിടെ നിന്ന്. നോളജ് ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡൊമൈൻ നോളജ് ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഗൈഡ് ദ സെർച്ച്. എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ളത് നോക്കുന്നത് നോളജ് ബേസിലാണ്. ഡേറ്റ മൈനിങ് എഞ്ചിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഫങ്ഷണൽ മൊഡ്യൂൾസ് ഫോർ പല രീതിയിലുള്ള അസോസിയേഷൻ, ക്ലാസിഫിക്കേഷൻ, മീൻസ് ഡേറ്റ മൈനിങ് അൽഗോറിതംസ് റൺ ചെയ്ത് ഇവിടെയാണ്. ഇനി ഓക്കെ, പിന്നെ പാറ്റേൺ ഇവാലുവേഷൻ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻസ് വെച്ച് എഴുതിയിട്ട് ഈ ഒരു ഡയഗ്രാം വെക്കാം. ഡയഗ്രാമിന്റെ മാർക്ക് ഉണ്ടാവും. ഇനി കോമൺ ഫങ്ഷണാലിറ്റീസ് ഓഫ് എ ഡേറ്റ മൈനിങ് സിസ്റ്റം. അപ്പൊ ഡേറ്റ മൈനിങ് സിസ്റ്റം ചെയ്യുന്ന മിക്ക ഫങ്ഷണാലിറ്റീസും നമ്മൾ ഈ ഒരു ലെസണിൽ ത്രൂ ഔട്ട് പഠിക്കും. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം പ്രഡിക്ട് ദ ക്ലാസ് ലേബൽ ഓഫ് ദ ഡേറ്റ സെറ്റ്. എന്ത് ലേബലിലായിരിക്കും അത് പെടുന്നത്, യെസ് അല്ലെങ്കിൽ നോ, ട്രൂ ഓർ ഫാൾസ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ക്ലസ്റ്ററിംഗ്, ഏത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിംഗ് സിമിലർ ഡേറ്റയാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അസോസിയേഷൻ റൂൾ മീൻസ് ഡിസ്കവറിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ. ഓക്കെ, റിഗ്രഷൻ അനാലിസിസ് predict a continuous numeral value based on ഒരു കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ആണോ ഇൻഡിപെൻഡന്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് റിഗ്രഷൻ അനാലിസിസിലൂടെയാണ്. ഓക്കെ, അതുപോലെ പല ടൈപ്പ് ഉണ്ട്. ടെക്സ്റ്റ് മൈനിങ്, പ്രഡിക്റ്റീവ് അനലിറ്റിക്സ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഇൻ വിഷ്വലൈസേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് ഡേറ്റ. പിന്നെ ഫീച്ചർ സെലക്ഷൻ, പാറ്റേൺ ഇവാലുവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഒരു ഡേറ്റയുടെ പാറ്റേൺ, അതിന്റെ സപ്പോർട്ട്, കോൺഫിഡൻസ്, സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ ഫങ്ഷനാലിറ്റീസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് 1.6 നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.